ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു, ഒരാഴ്ച കഴിഞ്ഞോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നമ്മുടെ ആ 1.5 വയസ്സായ കൊച്ചിനെ രണ്ടാഴ്ച മർദ്ദിച്ച് കൊന്ന കാര്യം. അതിൽ ഞാൻ ഇന്നലെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ, ഇൻസ്റ്റ എന്തോ ആണ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ അതിലൊരു ന്യൂസ് കണ്ടെന്ന് വെച്ചാൽ, ആ കൊച്ചിന്റെ 2 കൈ ഒടിഞ്ഞൊരു ഫോട്ടോയിൽ നമ്മൾ കൈ ഒടിഞ്ഞിട്ട് 12 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ആശുപത്രി കൊണ്ട് കാണിച്ചത്. ആ 1.5 വയസ്സായ കൊച്ചി 2 കൈ ഒടിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വിരലോ പെരു വിരലോ ഒന്നും ഒടിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അല്ലേ. എനിക്ക് കുഞ്ഞു വിരൽ ഒടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ വിരൽ ഒടിഞ്ഞാൽ നടക്കാൻ പറ്റൂല, ഒന്നിരിക്കാൻ പറ്റൂല, നല്ല വേദനയാണ്. അപ്പൊ ആ കൊച്ചിന്റെ 2 കൈ ഒടിഞ്ഞപ്പോൾ ആ കൊച്ചി എന്തുമാത്രം വേദന സഹിച്ചോ. അതോ 12 ദിവസം കഴിഞ്ഞാണ് ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയത്. ഇവർക്ക് എങ്ങനെ തോന്നണം? ആ തള്ള ഇത് കണ്ടില്ലേ? ആ തള്ളയുടെ സാന്നിധ്യത്തിലല്ല അവൻ കൊന്നത്. അതായത് അവൾ ഇന്ന് ഡാൻസ് ക്ലാസ് പഠിക്കാൻ പോയപ്പോഴാണ് ഇവൻ ആ കൊച്ചിനെ കൊന്നത് എന്നാണ് പറയുന്നത്. ഈ 12 ദിവസം തള്ള അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ തള്ളയ്ക്ക് എങ്ങനെ തോന്നണേ? ഒരു കൊച്ചു മുമ്പേ കിടന്ന്, സ്വന്തം പ്രസവിച്ച കൊച്ച് ഒരു മുമ്പ് കിടന്ന് ഇങ്ങനെ കരയും പിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണെങ്കിൽ ആ കൊച്ചു ഓടിക്കളിക്കണോണ്ട് ചാടി കളിക്കണോണ്ടാണ് അതിന്റെ കാലിൽ സിഗരറ്റ് വെച്ച് കൊള്ളിച്ചിരുന്നത് അവൻ മൊഴി കൊടുത്തത്. സഹിക്കണില്ല. എന്തൊക്കെ ക്രൂരത ആ കൊച്ചിനെ എടുത്ത് കാണിച്ച്. 1.5 വയസ്സുകൊണ്ട് ആ കൊച്ചു ഒരുപാട് വേദന സഹിച്ച്. നമ്മൾ പോലും ഇത്രയും സഹിച്ചു കാണില്ല. പൊടി പിള്ള എന്തുമാത്രം വേദന സഹിച്ച്. ഇവരെ ഈ കൊണ്ടു കിടന്ന് മൊഴി നടക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണം. അത് വെളി രാജ്യത്തുള്ള നിയമം ഇവിടെയും വരണം. ഇതിപ്പോ ആളുകൾക്ക് ഒരു പേടിയില്ല, എന്ത് വേണോ ചെയ്യാം. 1-2 വർഷം കഴിഞ്ഞിട്ട് വെളിയിറങ്ങാം. അങ്ങനെയാണ് ഇപ്പൊ ആളുടെ ഓരോ പോക്ക്. ഞാൻ ഇന്നലെ എന്നിട്ട് വേറെ ന്യൂസ് ഉണ്ട്. ഈ 2025 നടന്ന സംഭവമാണ്. ഒരു അമ്മ 2.5 വയസ്സുകാരി കിണറ്റിലിട്ട് കൊന്ന സംഭവം. അത് ഇപ്പൊ അവർക്ക് ജാമ്യം കിട്ടി. 1 ലക്ഷം രൂപയിൽ 2 ആൾ ജാമ്യം. ഇത് എത്രയാണ്? എന്റെ ടീം ഇത്രേ ഉള്ളൂ ആ നിയമം. ഇവർക്ക് ഇനി വീണ്ടും അത് കൊല്ലേണ്ട ക്യൂരിയസിറ്റി കൂടത്തല്ലേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇപ്പൊ ഒരാളെ ഈ നിയമം ഒന്ന് തൂക്കിക്കൊല്ലേ, സ്പോട്ടിൽ വെടിവെക്കുകയും ചെയ്താൽ പിന്നീട് ആ കുറ്റം അവിടെ നടക്കൂല. ഉറപ്പാണ് നടക്കൂല. അവര് നടക്കും. അയ്യോ, ഈ കൊച്ചിനെ കൊന്നായി എന്നെ അവര് കൊല്ലും എന്നൊരിത് വരും. കൊച്ചിനെ കൊണ്ട് കളയെങ്കിലും ചെയ്യും, കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് എടുക്കെങ്കിലും ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ കാണുന്നവര് എടുത്തോണ്ട് വല്ല അനാഥത്തെയും കൊണ്ടാക്കും. ഇതിപ്പോ നിയമത്തിന് ഒട്ടും പേടിയില്ലാതെയാണ് നാട്ടുകാർ പോകണം. സോറി, നാട്ടുകാരല്ല, ആളുകൾക്ക് ജീവിക്കുന്നത്. ഒരു പേടിയില്ല. ഇവിടെ കേരളത്തിൽ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലെന്നാണ് ആളുകൾ ചെയ്യുന്നത്. സത്യം. വെളി രാജ്യത്തെ നിയമം ഇവിടെ വരണം. എന്നാൽ അനുകൂലിക്കുന്നവര് ലൈക്ക് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്യാം. എന്നെ അനുകൂലിക്കാത്തവര് കമന്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഓക്കെ, ബൈ.